بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. മാന്യ സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുള്ള അൽ ജുഹനിയാണ് സംസാരിച്ചത്. ഇന്ന് അദ്ദേഹം സംസാരിച്ച വിഷയം യഥാർത്ഥത്തിൽ ഇന്ന് സാന്ദർഭികമായി ഇവിടെ മുസ്ലിങ്ങൾ അറിയേണ്ട, മനുഷ്യരാശി അറിയേണ്ട ഒരു വിഷയമാണ്. രോഗങ്ങൾ പല രൂപത്തിലായിട്ട് നമുക്ക് വരുമെങ്കിലും അതിനുള്ള ചികിത്സ നാം കണ്ടെത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിൻ്റെ പേരാണ് ഇത്തിഖാദുൽ അസ്ബാബ് എന്നത്. എന്ന് പറഞ്ഞാൽ കാരണം കണ്ടെത്തുക, രോഗം മാറാനുള്ളതായ കാരണത്തെ നാം കണ്ടെത്തുക എന്നതാണ് ഇത്തിഖാദുൽ അസ്ബാബ് എന്ന് പറഞ്ഞാൽ. ആദ്യമായി അദ്ദേഹം ഖുത്ബയുടെ തുടക്കത്തിൽ ആരംഭിച്ചത് എല്ലാ മുസ്ലിമും അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ടും അള്ളാഹു ഇറക്കിയതായ ഗ്രന്ഥങ്ങളിലും അള്ളാഹു അയച്ചതായ ദൂതന്മാരിലും പരലോകത്തിലും അപ്രകാരം അള്ളാഹുവിൻ്റെ ഖദർ, അത് ഖൈറാവട്ടെ ഷറാവട്ടെ, അതിൽ മുഴുവനും അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് ഉള്ളതാണ് എന്ന് വിശ്വസിക്കുക എന്നീ ഈമാൻ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ടായിരുന്നു മക്ക ഇമാമ് സംസാരിക്കാൻ ആരംഭിച്ചത്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കിവിടെ നശ്വരമായ ജീവിതമാണ് എന്ന് നാം ജീവിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കൽ നിർബന്ധമാണ്, അനിവാര്യമാണ്. കാരണം നമ്മുടെ പരലോകത്തിലേക്കുള്ളതായ ആ ഒരുക്കത്തിലേക്ക് നമുക്ക് പ്രേരണ നൽകാൻ ആ വിശ്വാസം വളരെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് വിശ്വാസപരമായ കാര്യത്തിൽ വല്യൗമിൽ ആഖിർ, പരലോകത്തിലുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസപരമായ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് ഉള്ള നിർബന്ധം ഇസ്ലാമിനുണ്ടായത്. ഒരു മുസ്ലിം സത്യവിശ്വാസിയാവണമെങ്കിലും അവൻ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട ദാസനാവേണമെങ്കിലും ഈ പറഞ്ഞ 6 കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണല്ലോ. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പരലോകത്തിലേക്കുള്ള ഒരുക്കം അവന്റെ ജീവിതത്തിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതാണ്. അവന്റെ ജീവിതത്തെ അവൻ കെട്ടിപ്പടുത്തൽ, അതിന്റെ ജദുവൽ അവനുണ്ടാക്കൽ, അതിന്റെ പട്ടിക അവനുണ്ടാക്കൽ, അതിന്റെ നിയമങ്ങൾ ഉണ്ടാക്കൽ, അത് പരലോകത്തിന് പരിഗണന നൽകിക്കൊണ്ടായിരിക്കും. പരലോകത്തിലുള്ള വിജയത്തിനും അവിടെയുള്ള നീണ്ട ജീവിതത്തിനും പരിഗണന നൽകിയും കൊണ്ടായിരിക്കും. നാം പരിഗണന നൽകൽ പലപ്പോഴും അറിഞ്ഞിട്ടോ അറിയാതെയോ ഈ നശ്വരമായ ജീവിതത്തിനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണക്ക് കൂട്ടലിലൂടെ സുബഹി നമസ്കാരമാവട്ടെ, ഏത് നമസ്കാരമാവട്ടെ, സൗകര്യപ്പെട്ടാൽ പലർക്കും പലരിലും അങ്ങനെയാണ് നാം കാണാറുള്ളത്. സൗകര്യപ്പെട്ടാൽ എല്ലാ തിരക്കുകളും എല്ലാ ജോലികളും കഴിഞ്ഞാൽ സൗകര്യമുണ്ടെങ്കിൽ നമസ്കരിച്ചാൽ മതി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങിയാൽ തന്നെ നിസ്കരിക്കാൻ വേണ്ടിയല്ല ഉണരൽ, ഉണർന്നാലാണ് നമസ്കരിക്കൽ. എന്തുകൊണ്ട്? നമ്മുടെ ജദുവലിൽ നമസ്കാരത്തിന് പരിഗണനയില്ല എന്നതുകൊണ്ട് തന്നെ. അഥവാ പരലോകത്തിലേക്കുള്ള യാത്രക്കുള്ള ഒരുക്കം നമ്മളിൽ നിന്നിട്ട് പ്രാവർത്തികമായി ഉടലെടുക്കുന്നില്ല. തൊള്ള കൊണ്ട് നാം പറയുന്നില്ലെങ്കിലും പരലോകത്തിലേക്കുള്ള ഒരുക്കം നമ്മുടെ പ്രവർത്തനം കുറിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനെക്കുറിച്ചാണ് ഇന്ന് മക്ക ഇമാമ് നമ്മുടെ ഒരുക്കം പരലോകത്തിലേക്കുള്ള മുഖ്ബിലുൻ ഇലൽ ആഖിറ ജീവിതം, ഈ ജീവിതം നാം പോകുന്നത് പരലോകത്തിലേക്കുള്ളതായ ഇഖ്ബാലോട് കൂടിയാണ്. ആ രൂപത്തിൽ നാം ജീവിക്കുന്നവരാണ്. അപ്പോൾ നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ ലോകം അത് നശ്വര ലോകമാണ്. അതിലുള്ളത് എല്ലാം നശ്വരമാണ്. അതിലുള്ള നീയും ഞാനും അവനും അവളും അവരും എല്ലാം നശിക്കുന്നവരാണ് എന്ന കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഒരു സത്യവിശ്വാസി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ നിന്ന് പെട്ടെന്ന് കൽപ്പന വരുമ്പോൾ, അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ, അവന്റെ അജൽ അവസാനിക്കുമ്പോൾ
അവന്റെ വയസ്സ് അവസാനിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകേണ്ടി വരുന്നു എന്നതൊരു ഒരു കൈപ്പുള്ള യാഥാർത്ഥ്യമാണ്. അതിനെല്ലാവരും ഒരുങ്ങിയിരിക്കേണ്ടതുമാണ്. അങ്ങനെ ഒരുങ്ങി ഇരുന്നില്ലെങ്കിലും അവ പോകേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ നിരീശ്വരവാദിയാവട്ടെ, യുക്തിവാദിയാവട്ടെ, നിർമ്മതവാദിയാവട്ടെ, ഏത് രൂപത്തിലുള്ളതായ വിശ്വാസക്കാരും മരിക്കേണ്ടി വരും. മരിക്കുന്നവരാണ്, മരിച്ചാലേ തീരൂ. അപ്പോൾ ഇവിടെ നിന്ന് നാം വിട വാങ്ങുക എന്ന ആ മഹാ പ്രയാസമുള്ള ഒരു നിമിഷം ഞാനും നീയും അവനും അവളും അവരും എല്ലാവരും നേരിടേണ്ടി വരുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നേരിടുന്നതായ സന്ദർഭത്തിൽ നമുക്ക് സമാധാനത്തോടുകൂടി പ്രയാസമില്ലാതെ നേരിടാനുള്ളതായ ചുറ്റുപാടും അന്തരീക്ഷവും റബ്ബാണ് നമുക്ക് പഠിപ്പിച്ചെന്നത്. റബ്ബാണല്ലോ ഇതിനെക്കുറിച്ച് അറിയുന്നവൻ. അവനാണല്ലോ നമ്മെ സൃഷ്ടിച്ചത്. അവനാണല്ലോ നമ്മെ പരലോക യാത്രയിലേക്കുള്ളതായ വിളിക്ക് മലക്കുകൾ അയക്കുന്നവൻ. അതുകൊണ്ട് തന്നെ ആ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് നിർണയിച്ചതായ ടൈം ആകുമ്പോൾ മലക്കുകൾ അയക്കുന്ന സന്ദർഭത്തിൽ നാം ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നു എന്നത് കേൾക്കുമ്പോൾ അത് പ്രയാസമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനുഷ്യനിൽ ഏറ്റവും തുറിച്ചു കാണുന്നത് അവന്റെ ജീവിതത്തിൽ അവന്റെ ആഗ്രഹങ്ങൾ അത് ജീവിച്ചു കിട്ടണം എന്നതായ ആ ഭാഗമാണ്. എത്ര വയസ്സായിരുന്നാലും 70 വയസ്സായവൻ 80 വയസ്സ് വരെ ജീവിച്ചു കിട്ടിയാലോ, 80 വയസ്സായവൻ 90 വയസ്സ് വരെ ജീവിച്ചു കിട്ടിയാലോ ഇങ്ങനെ ചിന്തിക്കുമെന്ന് മാത്രമല്ല, അവൻ നോക്കല് പെട്ടെന്ന് 40 വയസ്സിലും 30 വയസ്സിലും മരിച്ചവരിലേക്കല്ല, മറിച്ച് 90 വയസ്സും 100 വയസ്സുമായിട്ട് ജീവിച്ച് മരിച്ചവരുണ്ടായിരിക്കും, അവരിലേക്കാണ് നോക്കുക. അങ്ങനെയുള്ള അത്യാഗ്രഹത്തോടു കൂടിയുള്ളതായ ജീവിതമാണ് ഇവിടെ നാം നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ യഥാർത്ഥത്തിൽ നാം കൺട്രോൾ വരുത്താനുള്ളതായ പ്രധാന ഭാഗം അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഖുർആനിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഹദീസിലൂടെ ആ വിശ്വാസപരമായ കാര്യത്തിൽ വൽയൗമിൽ ആഖിരി പരലോകത്തിലുള്ള വിശ്വാസം, കെട്ടുറപ്പുള്ള വിശ്വാസം, വബിൽ ആഖിറതിഹും യൂഖിനൂൻ ആഖിറത്തിൽ അവരെ പട്ടാങ്ങാക്കുന്നവരാണ് എന്ന് ഖുർആനിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്തിലുള്ളതായ ആയത്തിൽ പറഞ്ഞല്ലോ. ആ പട്ടാങ്ങാക്കുക എന്നത് നമ്മൾ നിന്നിട്ട് ഉടലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് കൺട്രോൾ വരുത്താൻ, നമ്മുടെ ജീവിതത്തിനെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി മാറ്റാൻ, നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടുള്ള ജദുവൽ നമുക്കുണ്ടാക്കാൻ, അതിനുള്ള ടൈം ടേബിൾ നമുക്കുണ്ടാക്കാൻ നമ്മെ അത് നിർബന്ധിപ്പിക്കും, നമ്മെ അത് പ്രേരിപ്പിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നാം ഇവിടെ നിന്ന് മരിക്കേണ്ടി വരും എന്ന ആ തത്വത്തിലേക്ക് എത്തുന്നതും, അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖബറിലേക്ക് ചെല്ലേണ്ടതുണ്ട്, ഖബറിൽ ചോദ്യമുണ്ട്, ആ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. ആ മറുപടി മുൻകൂട്ടി ഭൂമിയിൽ നിന്നിട്ട് ജീവിച്ച കാലഘട്ടത്തിൽ നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിലൂടെ, വിശ്വസിക്കുന്ന വിശ്വാസത്തിലൂടെ നാം പഠിച്ച് തയ്യാറായി നിന്നാലല്ലാതെ അവിടെ നിന്ന് പെട്ടെന്ന് മീതെ നിന്ന് വല്ലവരും പറഞ്ഞു കൊടുത്താലോ, അല്ലെങ്കിൽ അവിടെ വല്ല ഉറുക്കുകളോ വല്ല ഏലസോ കെട്ടിക്കൊടുത്താലോ അതൊന്നും അവിടെ മറുപടി പറയാൻ പറ്റുന്നതായ ഒരു ചാൻസും അവിടെ ലഭിക്കുക തന്നെയില്ല. ഏത് ശൈഖിന്റെ തരീഖത്ത് ഏറ്റെടുത്താലും, തരീഖത്തിന്റെ പിന്നിലാണ് നടന്നാലും, മുരീദായാലും എന്തായിരുന്നാലും മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ആ സകലം പരീക്ഷിക്കപ്പെടും ഖബറിൽ എന്നതാണ്. അത് ആർക്കെങ്കിലും പരീക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ സഅദിനായിരുന്നു സാധിച്ചിരുന്നത് ആ ഖബറിലുള്ളതായ ഇടുക്കത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അർശ് കിടുകിടുത്തതായ മരണ സന്ദർഭത്തിൽ ആ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടതായ സന്ദർഭത്തിൽ പറഞ്ഞ വാർത്ത നമുക്ക് കേട്ട് പരിചയമുണ്ട്. ഇവിടെ അത് സ്മരണീയമാണ്. അപ്പോൾ ആരായിരുന്നാലും ഖബറിൽ ചോദ്യമുണ്ട് എന്നതും, ആ ചോദിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിന് മറുപടി നാം പറയേണ്ടി വരുമെന്നതും, അവിടെ മലക്കുകൾ വരുമെന്നതും അതെല്ലാം മക്ക ഇമാം എന്ന് വിശദീകരിച്ചതായ കാര്യത്തിൽ പെട്ടതായിരുന്നു. പക്ഷേ മക്ക ഇമാം തുടരുകയുണ്ടായി, നീ ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്നിട്ട് നല്ല അമലാണ് ചെയ്തതെങ്കിൽ, അഥവാ ഖബറിലേക്കുള്ളതായ ഒരുക്കം, പരലോകത്തിലേക്കുള്ളതായ ഒരുക്കം നിന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരം, അല്ലെങ്കിൽ നീ ഉണർന്ന നിമിഷം മുതൽ നീ ഉറങ്ങുന്ന നിമിഷം വരെ നിന്റെ ജീവിതത്തെ, നിന്റെ ടൈമിനെ നീ ശരിക്ക് അതിന് ടൈം ടേബിൾ ഉണ്ടാക്കി അള്ളാഹിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിലാണ് നീ ജീവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നിനക്ക് മരിക്കാൻ സാധിക്കും. അങ്ങനെ മരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല
തൗഫീഖ് അവന് ലഭിക്കും. ആ മറുപടി പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യഅതി അമലുക ഫീ സൂറത്തി റജുലിൻ ഹസനിൽ വജ്ഹി വസ്സിയാബി, മക്ക ഇമാം ഓതുന്ന ഹദീസാണ്. നിന്റെ അടുക്കലേക്ക് നീ ചെയ്തതായ സൽക്കർമ്മങ്ങൾ ഒരു നല്ല ഭംഗിയുള്ള, നല്ല വസ്ത്രം ധരിച്ച ഭംഗിയുള്ള ഒരു പുരുഷന്റെ കോലത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കോലത്തിൽ വരുന്നതാണ്. എന്നിട്ട് ഫയഖൂലു ലക, നിന്നോട് അവൻ പറയുന്നതാണ്, അബ്ശിർ ബില്ലദി യസുറുക അന അമലുക സാലിഹ്, നീ സന്തോഷിക്കുന്ന ഭാഗം അതേതാണ്? നിനക്കിപ്പോൾ സന്തോഷിക്കേണ്ടത് എന്തിലൂടെയാണ്? നിനക്കിപ്പോ കൂട്ടുകാർ വേണം എന്നതാണ്. അപ്പോൾ ഞാൻ നിന്റെ കൂട്ടുകാരനാണ്. ഞാൻ ആരാണെന്നറിയാമോ? നീ ചെയ്ത സാലിഹായ അമലുകളാണെന്ന് ഒരു മനുഷ്യ കോലത്തിൽ വന്നിട്ട് ഖബറിൽ ചെന്ന് നമ്മളോട് അല്ലെങ്കിൽ മരണപ്പെട്ട ആ വ്യക്തിയോട് പറയുമെന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ നാം ചെയ്ത പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് അവിടെ കാണുന്നത്. നമുക്കവിടെ കൂട്ടുകാരില്ലാത്ത സന്ദർഭത്തിൽ, നമുക്കവിടെ നേരം പോക്കിന് ഒരു സഹായവുമില്ലാത്ത സന്ദർഭത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നാം ഒറ്റപ്പെടുന്ന സന്ദർഭം, കുടുംബത്തിനോടെല്ലാം വിടവാങ്ങി, എല്ലാവരോടും വിടവാങ്ങി, എല്ലാറ്റിനോടും വിടവാങ്ങി, ആ സന്ദർഭത്തിൽ നമ്മുടെ കൂട്ടുകാരായി നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ സാലിഹായ അമലാണ് മനുഷ്യകോലത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് ഹദീസിൽ പറഞ്ഞതായിട്ട് കാണാം. നം കനൗമത്തിൽ അറൂസ്, പുതിയ പെണ്ണ് മണിയറയിൽ ഉറങ്ങുന്നത് പോലെ, പുതിയ പെണ്ണ് അല്ലെങ്കിൽ പുതിയാപ്പള മണിയറയിൽ ഉറങ്ങും പോലെ നീ സുഖത്തോടെ പ്രയാസമില്ലാതെ ഉറങ്ങിക്കോ എന്ന് ആ മലക്ക് അല്ലെങ്കിൽ ആ വന്ന മനുഷ്യൻ പറയുന്നതാണ് എന്നതാണ്. അതെ, അപ്പോൾ ഇങ്ങനെയുള്ള രംഗങ്ങളെ നീ ഒന്ന് കോലപ്പെടുത്തുക. അങ്ങനെ കോലപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ഖബർ മാത്രമല്ല, അവിടെ നിന്ന് പിന്നെ ബഅസുണ്ട്, പിന്നെ നുഷൂറുണ്ട്, പിന്നെ അർളുണ്ട്, പിന്നെ ജസാ ഉണ്ട്, പിന്നെ ഹിസാബുണ്ട്, പിന്നെ സിറാത്തുണ്ട്, പിന്നെ ജഹന്നമുണ്ട്, അല്ലെങ്കിൽ സ്വർഗമുണ്ട് എന്നീ കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ നീങ്ങേണ്ടതുണ്ട്. കാരണം നാം വല്യൗമിൽ ആഖിർ എന്ന ഞാൻ നേരത്തെ പറഞ്ഞ പരലോകത്തിലുള്ള വിശ്വാസം എന്ന ആ പദം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായ ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടതായ കാര്യങ്ങളൊക്കെ. അതെന്താണ്? ബഅസ്, നമ്മളെ ഖബറിൽ നിന്നിട്ട് നമ്മെ പുനർജീവനം നൽകപ്പെടുന്ന സന്ദർഭത്തിൽ, എന്നിട്ട് അവിടെ ഒരുമിച്ച് കൂടാൻ വേണ്ടി നാം പോകുന്നതായ പോക്ക്, അതുപോലെ തന്നെ അള്ളാഹുലേക്ക് പ്രതീക്ഷിക്കപ്പെടുന്നതായ സന്ദർഭം, നമ്മുടെ അമാലുകളെ പ്രതീക്ഷിക്കപ്പെടുന്നതായ സന്ദർഭം, നമ്മുടെ അമാലുകളെ തൂക്കുന്നതായ സന്ദർഭം, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് പ്രതിഫലം ലഭിക്കുന്ന ആ സന്ദർഭം, അതുപോലെ തന്നെ അവിടെ ശരിക്ക് കണക്ക് നോക്കിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ അണുവിന്റെ അത്രയാണ് ഒരാൾ ഇവിടെ നിന്ന് ചെയ്തത് അമലെങ്കിൽ ഖൈറൻ, അത് നന്മയാണെങ്കിൽ അതവൻ കാണുക തന്നെ ചെയ്യും. അണുവിന്റെ അത്ര ഷർറാണ് ഇവിടെ മനുഷ്യൻ ചെയ്തതെങ്കിൽ, ദൂഷ്യമാണ്, ദോഷമായ അമലുകളാണ് ചെയ്തതെങ്കിൽ, അതും അവിടെ അണുവിന്റെ എത്രയാണെങ്കിൽ പോലും അവൻ കാണുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ സ്ഥാപിച്ചതായ യാഥാർത്ഥ്യമാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് ബുദ്ധിജീവിയുടെ ശ്രദ്ധ നീങ്ങേണ്ടതുണ്ട്. അങ്ങനെ ശ്രദ്ധ നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തെ നല്ല രൂപത്തിൽ അള്ളാഹുലേക്ക് തവക്കുലാക്കി, അള്ളാഹുലേക്ക് ബരമേൽപ്പിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കാനുള്ളതായ ചുറ്റുപാടുണ്ടാക്കിയെടുക്കാൻ അവനെ കൊണ്ട് സാധിക്കും. മക്ക ഇമാം തുടരുന്നു, ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ് വഅദ്ദു അൻഫുസകും ലിദാലിക്കൽ യൗമുൽ അളീം. അല്ലയോ മുസ്ലിം ലോകമേ, മനുഷ്യരാശിയെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ഈ ഭയാനകമായ, ഈ ഭയങ്കരമായ ആ പരലോകം എന്ന് പറയുന്നതായ ആ മഹ്ശറ വൻസബയിൽ നിൽക്കേണ്ട നൃത്തത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ നിന്ന് അമലുസ്സാലിഹാത്ത് കൊണ്ട് ഒരുങ്ങുക, തയ്യാറാവുക. ആ അമലുസ്സാലിഹാത്ത് ഖാലിസത്തൻ ലിവജ്ഹില്ലാ, അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായുള്ളതായ അമലാക്കി മാറ്റാൻ വേണ്ടി പാടുപെടുക. അതിലാരെയും പങ്കു ചേർക്കാതിരിക്കാൻ, അഥവാ ലോകമാന്യമില്ലാത്ത രൂപത്തിൽ ഖാലിസായ അമൽ അല്ലെങ്കിൽ ഖാലിസത്തായ അമാലുകൾ നാം ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ രക്ഷ കിട്ടുകയുള്ളൂ. ആ ഖാലിസത്തായ അമാലുകൾ ചെയ്യുന്നതോടൊപ്പം മക്ക ഇമാം തുടരുന്നു, പിന്നെ നാം അള്ളാഹുലേക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ആ സകലം എല്ലാ മേഖലകളിലും എല്ലാ പ്രശ്നങ്ങളിലും സത്യവിശ്വാസി അള്ളാഹുലേക്കാണ് തവക്കുലാക്കേണ്ടത്. ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതായ ഒരു ഇബാദത്തിന്റെ പേരാണ്.
അത് ഇഅ്തിമാദ് അൽ ഖൽബ്, അവന്റെ ഹൃദയം അള്ളാഹുലേക്ക് ബരമേൽപ്പിക്കുക, അള്ളാഹുലേക്ക് പ്രശ്നങ്ങളൊക്കെ ബരമേൽപ്പിക്കുക, അതിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് മാത്രമല്ലാതെ ഷിട്ടികൾ നിന്നിട്ട് വലിയിനോ നബിയിനോ മലക്കുകൾക്കോ ജിന്നുകൾക്കോ ഒരു മഖ്ലൂഖിനും അവന് നന്മ ചെയ്യാനോ തിന്മ ചെയ്യാനോ സാധിക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയും തിന്മയും മുഴുവനും അള്ളാഹുവിന്റെ കയ്യിലാണ്. അവനാണത് ചെയ്യുന്നവൻ. അതിന്റെ ഉറവിടം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു മാത്രമാണ് എന്ന വിശ്വാസമുണ്ടാകുമ്പോൾ മക്ക ഇമാം സൂചിപ്പിച്ച അത്തഫ്വീദുൽ അംരി ഇലൈഹി, നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും അതിന്റെ പരിഹാര മാർഗം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് മാത്രമാണ് എന്ന വിശ്വാസം ഉണ്ടാവുക. അവനിലേക്ക് വരമേൽപ്പിക്കുക. ജൽബുൽ മസാലിഹ് ദഫ്ഉൽ മദാർ, നിന്റെ മസ്ലഹത്തുകൾ, നിന്റെ നല്ല നല്ല നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നീ നേടിയെടുക്കുക, സമ്പാദിക്കുക. നിനക്ക് വരുന്ന പ്രയാസപ്പെട്ടതായ, നിനക്ക് ദൂഷ്യമുണ്ടാകുന്നതായ ഭാഗങ്ങൾ അത് വിട്ടുനിൽക്കുക, അതിനെ ഒഴിവാക്കുക. ഇതെല്ലാം അള്ളാഹുവിലൂടെ മാത്രമല്ലാതെ മനുഷ്യരാശിയിലൂടെ ചെയ്യാൻ സാധിക്കുന്നതല്ല. മനുഷ്യന്മാർക്ക് അതിന് കഴിവും കൽപ്പും അള്ളാഹ് കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് ദുനിയാവിന്റെ പ്രശ്നത്തിലും പരലോകത്തിന്റെ പ്രശ്നത്തിലും അള്ളാഹുവിനെ വരമേൽപ്പിക്കുക. എന്നിട്ട് അക്കൂട്ടത്തിൽ മക്ക ഇമാമ് ഖുത്ബയുടെ സമാപനത്തിൽ ഊന്നിപ്പറഞ്ഞ ഒരു പ്രധാന ഭാഗമുണ്ട്. അതേതാണ്? അസ്ബാബുകളെ കണ്ടെത്തുക, ശർഈയായ അസ്ബാബുകളെ കണ്ടെത്തുക. നമുക്ക് രോഗം പിടിച്ചാൽ, നമുക്ക് വല്ല പ്രയാസമുണ്ടായാൽ, നമുക്ക് സമ്പാദ്യം സമ്പാദിക്കണമെങ്കിൽ ആ സമ്പാദ്യം സമ്പാദിക്കാൻ നാം എന്ത് വേണം? അതിനുവേണ്ടി അസ്ബാബുകൾ, കാരണങ്ങൾ ഉണ്ടാക്കണം. എന്നല്ലാതെ വീട്ടിലിരുന്നാൽ സമ്പാദിക്കാൻ സാധിക്കുന്നതല്ലല്ലോ. എന്നതുപോലെ തന്നെ നമുക്ക് രോഗം ബാധിച്ചാൽ രോഗത്തിൽ നിന്നിട്ട് ശമനം നേടാൻ, അതിന് സമാധാനം ഉണ്ടാക്കാൻ, ആ രോഗത്തിൽ നിന്നിട്ട് ശിഫ ഉണ്ടാവാൻ അതിന് കാരണമുണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം അള്ളാഹുലേക്ക് തവക്കുലാക്കുകയും അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹനീഫായ ഈ മതം, നമ്മുടെ സത്യമതമായ ഈ ഇസ്ലാം നമ്മളോട് രോഗം ബാധിക്കുന്ന സന്ദർഭത്തിൽ ആ രോഗത്തിനുള്ളതായ ചികിത്സ അത് അസ്ബാബായിട്ട് നാം കണ്ടെത്തണമെന്ന് പഠിപ്പിച്ചതായ ഒരു മതമാണ്. ആ അസ്ബാബുകൾ നാം കണ്ടെത്തൽ നമ്മുടെ ബാധ്യതകളിൽ പെട്ടതാണ്. ആ അസ്ബാബുകൾ നമുക്കിപ്പോൾ കൊറോണ യുഗത്തിൽ കുറെ കാലഘട്ടമായി നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നിട്ട് ചില നാടുകൾ പരിപൂർണമായിട്ടല്ലെങ്കിലും ഇടവാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേസമയത്ത് മറ്റു ചില നാടുകൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ രോഗം അത് അവസാനിച്ചിട്ടില്ല താനും. അപ്പോൾ എപ്പോൾ അവസാനിക്കും? എങ്ങനെയാണ് അവസാനിക്കുക? രോഗമുള്ള നാടുകൾ നിറഞ്ഞ് ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിൽ പേരുകൾ ദൈനംദിനം രോഗികളായി മാറുന്നതായ നാടുകൾ ഇന്നും ലോകത്തിലുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അത് യൂറോപ്പിലാവട്ടെ, പാശ്ചാത്യ നാടുകളിലാവട്ടെ, അങ്ങനെയുള്ള നാടുകളൊക്കെ ഉണ്ടായിരിക്കവേ നമുക്ക് ഭയം അവസാനിച്ചിട്ടില്ല. എന്നാലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തവക്കുലാക്കുകയും കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ പെട്ടതാണ് മക്ക ഇമാമ് ഊന്നിപ്പറയുകയുണ്ടായി. ഇപ്പോൾ അതിനുവേണ്ടി കണ്ടെത്തിയതായ ഇഞ്ചക്ഷൻ, ആ ഇഞ്ചക്ഷനുകൾ അത് വെറും അസ്ബാബ് മാത്രമാണ്. ആ ഇഞ്ചക്ഷനുകളെ കുറിച്ച് പല പരാതിയും പല കള്ളപ്രചരണങ്ങളും നടക്കുന്നത് നമുക്ക് കേൾക്കാം. വിശ്വാസയോഗ്യന്മാരായ വസാറത്തു സിഹ എന്ന ഇവിടെയുള്ളതായ ഹെൽപ്പ് വകുപ്പ് അംഗീകരിച്ചുകൊണ്ട് അത് പരിശോധന നടത്തിയതിന് ശേഷം ഇവിടെ ലിഖാഹ് എന്നാണ് അറബി ഭാഷയിൽ പറയുക. അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം എക്കിഷക്ക് ഉണ്ടാക്കലോ കളവ് പ്രചരിപ്പിക്കലോ അല്ലെങ്കിൽ കളവ് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കലോ അത് അനുയോജ്യമല്ല സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഇഞ്ചക്ഷനുകൾ ഇവിടെ അതിനുവേണ്ടി ജനങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സന്ദർഭമായതുകൊണ്ട് അതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഭാഗങ്ങൾ അത് ഇത്തിഹാദുൽ അസ്ബാബിൽ മാത്രം പെട്ടതാണ്. കാരണമുണ്ടാക്കുക എന്നതാണ്. അത് അങ്ങനെയുള്ള കാരണത്തിൽപ്പെട്ടതാണ് ഇഞ്ചക്ഷൻ. അതിലൂടെ നമുക്ക് ഈ രോഗം ഇനിയും വ്യാപകമാകുന്നുണ്ടെങ്കിൽ, അത് വീണ്ടും പരന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നാം തവക്കലാക്കിയിട്ട് അതിന്റെ അസ്ബാബാകുന്ന, അതിന്റെ കാരണമാകുന്ന ഇഞ്ചക്ഷൻ നാം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് മോചിക്കാൻ ഇൻഷാ അള്ളാഹ് നമുക്ക് സാധിക്കും എന്ന രൂപത്തിൽ മക്ക ഇമാമി ഇന്ന് പ്രേരിപ്പിക്കുകയും സംസാരിക്കുകയും അതിനെ സംബന്ധിച്ച് വരുന്നതായ കുപ്രചരണങ്ങളെ നാം വിശ്വസിക്കാതിരിക്കുകയും വേണമെന്ന് ഊന്നി പറയുകയും ചെയ്തു ഖുത്ബയുടെ സമാപനത്തിൽ. മദീന ഇമാമാണെങ്കിൽ ഇന്ന് സംസാരിച്ചത് അഖ്ലാഖിനെ കുറിച്ചാണ്. മദീനയിൽ ഡോക്ടർ ഹുസൈൻ ആല ഷെയ്ഖാണ് ഖുത്ബ ഓതിയത്. അദ്ദേഹം അഖ്ലാഖിനെ കുറിച്ച് സ്വഭാവപരമായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? മഹബ്ബത്തുൽ ഖൈർ ലിൽ ഗൈർ, അഥവാ
നന്മയെ മറ്റുള്ളവർക്ക് കാംക്ഷിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നന്മയെ കാംക്ഷിക്കുക. അതുപോലെ തന്നെ നാം വഞ്ചന, ചതിവ് എന്നീ കാര്യങ്ങൾ നാം ഇടപാടുകൾ നിന്നിട്ട് മാറ്റി നിർത്തുക. അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് അക്കുലു അംവാലിൻ നാസി ബിൽ ബാത്തിൽ എന്ന പാപത്തിൽ നിന്നിട്ട്, ദോഷത്തിൽ നിന്നിട്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അതെന്താണ്? ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിൽ, ഹറാമായ രൂപത്തിൽ സമ്പത്ത് സമ്പാദിക്കുന്ന ശൈലിയാണത്. അങ്ങനെ സമ്പാദിക്കുന്നതും അത് കഴിക്കുന്നതും അത് തിന്നുന്നതും അത് തീറ്റുന്നതും അത് മഹാപാപമാണ്. അതുകൊണ്ട് അയ്യുമാ ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി എന്ന ഹദീസ് നമുക്ക് കേട്ട് മനപ്പാഠമുള്ളതാണല്ലോ. ഏത് മാംസം വളരുന്നത് ഹറാമായ സമ്പത്തിലൂടെയാണെങ്കിൽ ആ മാംസത്തിന്റെ ഉടമ തീ തൊടൽ അഥവാ നരകത്തിൽ പോകൽ നിർബന്ധമാണ് എന്നാണ്. അങ്ങനെയുള്ള നരകത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ശരീരമാവരുത് നമ്മുടെ ശരീരം. അതിനെന്ത് വേണം? ഹറാം നമ്മുടെ ശരീരത്തിലേക്ക് അടക്കാതിരിക്കാൻ വേണ്ടി നാം പാടുപെടണം. ഹറാം തിന്നാതിരിക്കുവാനും, ഹറാം സമ്പാദിക്കാതിരിക്കുവാനും, ഹറാം തീറ്റിക്കാതിരിക്കുവാനും, നമ്മുടെ കുട്ടികൾക്കും ഭാര്യമാർക്കും സന്താനങ്ങൾക്കും ഹലാല് മാത്രം തീറ്റിക്കാനും നാം പരിശ്രമിക്കേണ്ടതാണ്. അതിന് അനിവാര്യമായ ഭാഗമാണ് എന്ന് മദീന ഇമാം ഡോക്ടർ ഹുസൈൻ ആല ഷെയ്ഖ് സംസാരിച്ചപ്പോൾ അസ്സിദ്ഖു വൽ അമാനത്തു വൽ വുദൂഹു വൽ ഇബാനത്തു എന്നീ നല്ല നല്ല കാര്യങ്ങൾ, സത്യസന്ധത ഉണ്ടാവണം, വിശ്വാസയോഗ്യവാനായിരിക്കണം നീ. ജനങ്ങളുടെ അടുക്കൽ വഞ്ചനയും ചതിവില്ലാത്ത രൂപത്തിൽ വ്യക്തമായി എല്ലാം പറയണം. ഈ സാധനത്തിൽ ഇന്ന കുറവുണ്ട്, ഈ സാധനത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, ഈ സാധനത്തിൽ ഇത് നന്മയുണ്ട്, അതിൽ ദൂഷ്യമില്ല. ഇതൊക്കെ ഇബാന അഥവാ വുദൂഹ് വ്യക്തമായി പറയുക, ഉള്ളത് പറയുക എന്നല്ലാതെ മറച്ചു വെക്കുകയോ കളവ് പറയുകയോ കള്ളസത്യം ചെയ്യുകയോ അതുപോലെ ജനങ്ങളെ വഞ്ചിക്കുകയോ ചെയ്യരുത്. അദമുൽ ഖററിന് വഞ്ചന, ചതിവ് അതുണ്ടാവരുത്. റസൂൽ പറയുന്നു അൽ ബയ്യാനി ബിൽ ഖിയാർ, രണ്ട് കച്ചവടക്കാരൻ, വാങ്ങുന്നവൻ വിൽക്കുന്നവൻ, രണ്ടാളും അദ്ദേഹം കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട് ഓരോ വ്യക്തികൾക്കും. എന്തിൽ കുറവുണ്ടെങ്കിൽ പിന്മാറാൻ, കുറവുണ്ടെങ്കിൽ പിന്മാറാൻ. രണ്ട് വ്യക്തികൾക്കും ഞാൻ വിറ്റത് അത് കാശ് കുറഞ്ഞു പോയി എന്ന് തോന്നുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം, ഞാൻ 150 എന്ന് പറഞ്ഞതല്ല, 150 അല്ല, അതിന്റെ വില 200 അതുകൊണ്ട് അത് മടക്കി തരണം എന്ന് അവനോട് ആ കാശ് മടക്കി വാങ്ങുവാനും ആ കച്ചവടം കേസലാക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് അതേ മജ്ലിസിൽ. അപ്പോൾ അങ്ങനെയുള്ളതായ ആ ഖിയാർ ഇസ്ലാം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? ചതിവില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അപ്രകാരം തന്നെ ആ ചരക്കിനെ വാങ്ങിയതായ വ്യക്തി ചരക്ക് വാങ്ങിയതിന് ശേഷം അതിൽ വല്ല കുറവുണ്ടെങ്കിൽ ആ കുറവ് അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ ഇതെനിക്ക് പറ്റൂല, ഇതിൽ ഇന്ന് കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി കൊടുക്കുവാനും, എന്നിട്ട് മടക്കി കൊടുക്കുമ്പോൾ അത് മടക്കി വാങ്ങുവാനും ആ വിറ്റവന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ നൽകുന്നതായ ഖിയാറിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഫൈൻ സദഖ വബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, രണ്ടുപേരും സത്യസന്ധരാവുകയും കളവ് പറയാതിരിക്കുകയും വഞ്ചിക്കാതിരിക്കുകയും ഉള്ളത് പ്രകടമായി പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ രണ്ടുപേരുടെയും ആ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നതാണ്. ഇനി അവർ രണ്ടുപേരും കളവാണ് ഉപയോഗിച്ചതെങ്കിൽ, കള്ള സത്യമാണോ അല്ലെങ്കിൽ കളവാണോ വഞ്ചനയാണോ ചതിവാണോ ചെയ്തതെങ്കിൽ മുഹിഖത്ത് ബർക്കത്തു ബൈഇഹിമാ, അവർ രണ്ടുപേരുടെയും കച്ചവടത്തിൽ ഉണ്ടാകുന്നതായ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അതെ, ഇത് മദീന ഇമാമ് ഈ രൂപത്തിൽ സംസാരിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? നാം ചെയ്യുന്നതായ ബിസിനസ് അത് അള്ളാഹു സ്വീകരിച്ച രൂപത്തിലുള്ള ചതിവ് കടന്നുകൂടാത്ത, വഞ്ചന കടന്നുകൂടാത്ത, കള്ള സത്യവും കള്ള സാക്ഷിയും കടന്നുകൂടാത്ത, ജനങ്ങളെ വഞ്ചിക്കാത്ത രൂപത്തിലുള്ളതായിരിക്കണം എന്നതിലേക്ക് തെളിവായി അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണ്. വേറെയും ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ച കൂട്ടത്തിൽ പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പട്ടണത്തിൽ കൂടി വിട്ട് കടക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം ഭക്ഷണം അഥവാ ഗോതമ്പ് പോലത്തതായ കൂട്ടിവെച്ചതായിട്ട് കണ്ടു. റസൂലുള്ളാഹി അതിന്റെ അകത്തെ കൈ കടത്തി നോക്കിയപ്പോൾ അകത്ത് നനവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉടമയോട് ചോദിച്ചു, ഈ നനവുള്ള സാധനത്തിനെ നിങ്ങൾ പുറത്തു വെക്കാമായിരുന്നു, പ്രകടമാക്കായിരുന്നു. നനവുള്ള സാധനത്തിനെ മറച്ചു വെച്ചിട്ട് വിൽക്കുക എന്നത് അത് ചതിവാണ്. നമ്മെ വഞ്ചിച്ചവൻ, നമ്മെ ചതിച്ചവൻ നമ്മളിൽപ്പെട്ടവരല്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുകയും ചെയ്തു. എത്ര കൃത്യമായി
ആദ്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ബിസിനസിനെ ഇസ്ലാമീകരിക്കാനുള്ളതായ രൂപങ്ങൾ പഠിപ്പിച്ചതും പറഞ്ഞു കൊടുത്തതും ട്രെയിനിങ് നൽകിയതും. പട്ടണത്തിൽ വരെ കറങ്ങിയിട്ട് അവിടെയുള്ളതായ വീഴ്ചകൾ നികറ്റാൻ വേണ്ടി പരിശോധിച്ചിട്ട് റസൂൽ സ്വയം, മുസ്ലിം ലോക നേതാവ് സ്വയം തന്നെ പട്ടണത്തിൽ പോകുന്നു. എന്നിട്ട് പട്ടണത്തിൽ കച്ചവടക്കാർ ചെയ്യുന്നതായ ബിസിനസ്സുകളിൽ ചതിവുണ്ടെങ്കിൽ ചതിവിനെ ഉണർത്തുന്നു, വഞ്ചനയുണ്ടെങ്കിൽ വഞ്ചനയെ ഉണർത്തുന്നു. അങ്ങനെയാണ് നേതാക്കൾ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കും പോലെ അങ്ങനെയാണ് നാമും കച്ചവടം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ രൂപത്തിൽ സൂക്ഷ്മത പാലിച്ച് കച്ചവടം ചെയ്യണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതായ ആ ട്രെയിനിങ് ഉൾക്കൊണ്ടതായ ശുദ്ധരിൽ ശുദ്ധരായ ആ സഹാബാക്കൾ അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതെ, അതുപോലെ തന്നെ ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പട്ടണത്തിൽ കൂടി വിട്ടുകിടന്നപ്പോൾ ലാ യഹല്ലു ലിംറിഇൻ യബീഉ സിൽഅതൻ യഅലമു ബിഹാ ദാഅൻ ഇല്ലാ അഖ്ബറ, റസൂൽ പറയുകയുണ്ടായി, ഒരാൾക്ക് ഹലാലാകുന്നതല്ല അവന്റെ കച്ചവടം, അവന് ഹലാലാകുന്നതല്ല വല്ല ദൂഷ്യവും ആ ചരക്കിലുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ആ ദൂഷ്യത്തെ പറഞ്ഞു കൊടുക്കാത്ത രൂപത്തിലാണ് ബിസിനസ് നടത്തിയതെങ്കിൽ ആ ബിസിനസ് അവൻ ഹലാലല്ല, ആ കാശ് അവൻ ഹലാലല്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭാഗം ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മക്ക ഇമാം എന്ന് ഉണർത്തുകയുണ്ടായി. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അപ്പോൾ എന്ത് വേണം? ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദര്യത്വം നിങ്ങൾ നിലനിർത്തണം. ആ നിലനിർത്തുന്ന ഭാഗങ്ങളിൽ പെട്ടതാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വഞ്ചിക്കാതിരിക്കുക, ചതിക്കാതിരിക്കുക, അവന്റെ അടുക്കൽ നല്ല വിശ്വാസ്യോഗ്യവാനായി നീ മാറുക, അവനും ഇങ്ങോട്ട് വിശ്വാസ്യോഗ്യവാനായി മാറുക, പരസ്പരം അങ്ങും ഇങ്ങും വിശ്വസിക്കുന്നവരായി മാറുക. അപ്പോൾ ക്ലിയറായ സമൂഹത്തെ, ക്ലിയറായ മുജ്തമഅനെ വാർത്തെടുക്കാൻ സഹാബാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തതുപോലെ നമുക്കും വാർത്തെടുക്കാൻ അതിലൂടെ സാധിക്കുന്നതാണ്. അതാണ് ഇന്ന് മദീന ഇമാം ഊന്നി പറഞ്ഞതായ ഭാഗങ്ങൾ. അതുപോലെ തന്നെ അവസാനമായി അദ്ദേഹം വൈലുൽ മുത്തഫിഫീൻ എന്ന ആ ആയത്ത്, സൂറത്തിന്റെ തുടക്കത്തിലുള്ള ആയത്ത് അദ്ദേഹം ഓതുകയുണ്ടായി. വൈലുൽ മുത്തഫിഫീൻ, മുത്തഫിഫീൻ ആരാണ്? അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ, തൂക്കത്തിലും അളത്തത്തിലും കുറക്കുന്ന ആൾ. അഥവാ ഇദാകാലുഹും ഔ വസനുഹും യുഖ്സിറൂൻ, അവര് ഇങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ നന്നായി കൃകൃത്യം കുറയാതെ വാങ്ങും, കൊടുക്കുകയാണെങ്കിൽ കുറച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വഞ്ചനയും ചതിവും നടത്തുന്ന തത്ഫീഫ് എന്നാണ്, മുത്തഫിഫീൻ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്. അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അദീം, അവരറിയുന്നില്ലേ അവർക്ക് പരലോകത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ സദസ്സിൽ മഹ്ശറിൽ വരേണ്ടി വരുമെന്ന കാര്യം. അല്ലാഹുവിന്റെ സദസ്സിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ കൃത്യമായി കണക്ക് കൂട്ടപ്പെടും. എന്നിട്ട് ചതിവും വഞ്ചനയും അളത്തത്തിലും തൂക്കത്തിലും കുറച്ചതും കൂട്ടിയതും ഇതെല്ലാം അവിടെ വിചാരണ ചെയ്യപ്പെടുമെന്നത് അവർ ഓർക്കുന്നില്ലേ? അവർ മനസ്സിലാക്കുന്നില്ലേ? അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അദീം, മഹാദിവസത്തിൽ അവരുടെ വിചാരണ നടക്കുന്ന ദിവസം. ആ ദിവസത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ സർവ്വലോക രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് നിന്ദ്യരായി നികൃഷ്ടരായി പ്രയാസത്തോടു കൂടി കണ്ണ് താഴ്ത്തി നിൽക്കുന്നതായ ഒരു മഹാരംഗമുണ്ട്. ആ രംഗം വരുന്നതിനെ കുറിച്ച് അവർ ഓർത്തിട്ടില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ചോദിച്ച ചോദ്യം അത് അളത്തത്തിലും തൂക്കത്തിലും കുറക്കുന്ന വിഭാഗത്തിന് പ്രത്യേകം പാഠമാണ്. അപ്പോൾ വഞ്ചന, ചതിവ് എന്നൊക്കെ പറയുന്നത് ഇസ്ലാം അങ്ങേയറ്റം നിഷേധിച്ച, വിരോധിച്ച ഒരു ഭാഗമാണ്. അതിനെക്കുറിച്ച് ഈ ആയത്ത് തന്നെ അതിന് തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ പരലോകത്തെ അവിടെ ഉണർത്തിയത്. പരലോകത്തിൽ നിങ്ങൾ വരുമല്ലോ, വരും, അന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തതായ ചതിവിനെ കുറിച്ച്, വഞ്ചനയെ കുറിച്ച് അവിടെ ചോദിക്കപ്പെടും എന്ന് പറയും പോലെ അതാണ് നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ഭാഗം. കച്ചവടം ചെയ്യുമ്പോൾ, ബിസിനസ് നടത്തുമ്പോൾ, പട്ടണത്തിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ, മറ്റുള്ളവരുമായി ഇടപാട് നടത്തുന്ന സന്ദർഭത്തിൽ ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, നിങ്ങളുടെ ഒരാളും സത്യവിശ്വാസി ആകുന്നതല്ല ഏതുവരെ അവന്റെ സഹോദരന്
അവൻ ഇഷ്ടപ്പെടുന്നത്, അവൻ ആഗ്രഹിക്കുന്നത് വരെ എനിക്കെന്ത് ആഗ്രഹമുണ്ട് അത് എന്റെ സഹോദരനെ ഞാൻ ആഗ്രഹിക്കുക. എന്നെ ആരും വഞ്ചിക്കരുത്, എന്നെ ആരും ചതിക്കരുത്, എന്നെ ആരും എനിക്ക് തരുന്നതായ ചരക്കിൽ അളത്തത്തിൽ കുറക്കരുത് എന്നീ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതായ ഭാഗമാണ്. അതുപോലെയാണ് ഞാൻ അങ്ങോട്ട് മറ്റുള്ളവരോടും പെരുമാറേണ്ടത് എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. നിങ്ങൾ പരിപൂർണ മുഅ്മിനാവേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുണ്ട് അത് നിങ്ങളുടെ സഹോദരന് ഇഷ്ടപ്പെടണം, എന്നാലേ നിങ്ങൾ പരിപൂർണ മുഅ്മിനാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മദീന ഇമാം പറഞ്ഞതായ ഭാഗങ്ങളിൽ പെട്ടതാണ്, വൻദോഷത്തിൽ പെട്ടതാണ് അവകാശം കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുക, ജനങ്ങൾക്കുള്ള അവകാശത്തിൽ തദ്യീഖ് ഇടുക്കുക, അവരെ പ്രയാസപ്പെടുത്തുക, അതിൽ ചതിവ് നൽകുക, അതുപോലെ തന്നെ അവരുടെ അമാനത്തുണ്ടെങ്കിൽ ആ അമാനത്ത് പാഴാക്കി കളയുക, മനുഷ്യന്മാർക്ക് അവകാശം ചോദിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആയി മാറുക. അങ്ങനെ നിന്നിൽ വല്ലതും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നീ അതിന്റെ അവകാശികൾക്ക് എത്തിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന വ്യക്തിയാവുക എന്നത് ഖിയാമത്താന്റെ അലാമത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖിയാമത്താന്റെ അലാമത്തിൽപ്പെട്ടതാണ് ഇദാ ദുയ്യഅത്തിൽ അമാന, അമാനത്ത് പാഴാക്കി കളഞ്ഞാൽ ഫന്തദുറുസ്സാഅ, ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ്. അത്രയും വലിയ അപകടത്തിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സൂചിപ്പിച്ചത്. അമാനത്ത്, ഈ സൂക്ഷിപ്പ് സ്വത്ത് നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും അതിന്റെ അർഹപ്പെട്ടവർക്ക് കൊടുക്കാതിരിക്കുക, അത് എത്തിക്കാതിരിക്കുക, അതിൽ ചതിവ് നടത്തുക, അതിൽ വഞ്ചന നടത്തുക, അത്തരം കാര്യങ്ങൾ മഹാ തെറ്റായ ഭാഗമാണ്. എന്നീ കാര്യങ്ങളൊക്കെ ഇന്ന് മദീന ഇമാമ് അഖ്ലാഖ് പരമായ ഇടപാടുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ വിശദീകരിച്ചതായ ഭാഗമാണ്. ആ ഭാഗങ്ങളിൽ നിന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായ കാര്യങ്ങളെ പകർത്താനുള്ളതായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. നാം ഇതുവരെ കേട്ടതായ ഉപദേശം, 2 ഖുതുബയിലൂടെയുള്ള ഉപദേശങ്ങൾ നിന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ നമുക്ക് പകർത്തുവാനും നമ്മുടെ കുറവുകളെ നികറ്റുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് മുസ്ലിം ലോകവും മനുഷ്യരാശിയും ആ സകലം അകപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഈ പ്രയാസത്തിൽ നിന്നിട്ട് പെട്ടെന്ന് നമുക്ക് രക്ഷപ്രാപിക്കുവാൻ, എന്നിട്ട് തോളോട് തോള് ചേർത്ത് നമ്മുടെ പള്ളികളിൽ നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാനുള്ളതായ ചുറ്റുപാട് ലഭിക്കാൻ പെട്ടെന്ന് റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വരാൻ പോകുന്ന ഹജ്ജ് അത് നമുക്ക് സാധാരണ ചെയ്യാറുള്ളത് പോലെയുള്ള ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും എല്ലാ മുസ്ലിങ്ങൾ നിന്നിട്ട് ഹജ്ജ് നിർബന്ധമായവർ വന്ന് പങ്കെടുക്കുന്ന രൂപത്തിലുള്ള ഹജ്ജാക്കി മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ മദീനയിൽ ഇവൻ നടത്തുന്ന ഈ ക്ലാസ്സിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട, നമ്മളോട് പ്രത്യേകിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് അവരുടെ പ്രശ്നങ്ങളെ നീ പരിഹരിക്കണേ രക്ഷിതാവേ, അവരുടെ പ്രയാസങ്ങളെ നീ കൊടുക്കണേ രക്ഷിതാവേ, അവരിൽ നിന്നിട്ട് കടമുള്ളവരുടെ കടത്തെ നീ വീട്ടണ രക്ഷിതാവേ, അവരിൽ നിന്നിട്ട് രോഗത്തെ നീ സുഖപ്പെടുത്തണ രക്ഷിതാവേ. അവരിൽ നിന്നിട്ട് ചിലർ വിളിച്ചു പറഞ്ഞു അവരുടെ കുടുംബ മെമ്പർമാർ മരണപ്പെട്ട വാർത്ത. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ, അവരുടെ ഖബറുകളെ നീ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണേ നാഥ, അവരോടൊപ്പം ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.